എന്തുകൊണ്ടാണ് ഈ ഒരു തോട്ട് വരുന്നത് ആക്ച്വലി? ഇപ്പം നമുക്കറിയാം സൂയിസൈഡ് ഈസ് എ ഫെയിലിയർ, അല്ലെങ്കിൽ നമ്മൾ സ്വയം കൊല്ലുകയാണ്, സംടൈംസ് പ്ലാൻഡ് ആയിട്ട് നമ്മൾ കൊല്ലുകയാണ്. എന്തൊക്കെയാണ് ഈ സൂയിസൈഡ് തോട്ട്സിനെ ട്രിഗർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി അല്ലെ ആക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്ന് മെന്റൽ ഇൽനെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD, ബൈപോളർ ഡിസോർഡർ, ഇങ്ങനെയുള്ളത്. സ്ത്രീകളിലാണെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇതൊക്കെ സൂയിസൈഡൽ ടെൻഡൻസിയും സൂയിസൈഡൽ തോട്ട്സും ഉണ്ടാക്കുന്നത് അത് മെന്റൽ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ആണ്. അതിന് ഇമ്മീഡിയറ്റ്ലി ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഒരു റെമഡി. പക്ഷെ ഒരു കാര്യം നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ മെന്റൽ ഇൽനെസ് ഉള്ള ഒരാൾക്ക് അത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അവൻ അനുഭവിക്കുന്നത് ഇതിന്റെ റിസൾട്ടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ടോട്ടലി എനർജി ഇല്ലാതെ, ഫാറ്റീഗ്, തളർന്നിരിക്കുക, എനർജി ഇല്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, മൂഡില്ല. ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ റിസൾട്ടാണ്. പക്ഷെ ഇവൻ അപ്പോഴും മനസ്സിലാക്കുന്നില്ല ഐ ഹാവ് എ പ്രോബ്ലം ആൻഡ് ദിസ് ഈസ് റിസൾട്ട് ഓഫ് ദാറ്റ്, ബട്ട് ഹി ഈസ് ടെൻഡിങ് ടു സൂയിസൈഡ്. ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെ ഒരാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഞാൻ എന്തുകൊണ്ട് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന ആൾക്കാർ ഇത് കേട്ട് കഴിഞ്ഞാൽ OCD ഉള്ളവന് സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരിക്കും എന്ന് അവർ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ OCD എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് പറയുമ്പോൾ മാത്രമാണ് അത് OCD ആണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പോകുന്നത് ഒരു മൂഡില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൂടിയായിരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവണം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊരു മെന്റൽ ഇൽനെസ് ആണോ which may lead to suicide or this is something else. നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരത്തിന് ചെക്കപ്പ് നമ്മൾ നടത്താറുണ്ടല്ലോ. ദന്തൽ ചെക്കപ്പ് എവറി 6 months ഒരു അറിവുള്ളൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ ബ്ലഡ് ടെസ്റ്റ് എല്ലാ ഇയറിൽ അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ ചെയ്യും. നമ്മുടെ ഫുള്ള് ചെക്കപ്പ് ലൈക്ക് ECG ഇങ്ങനെയുള്ള ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് അസസ്മെന്റ്. ഒരു എക്സ്പേർട്ടിൻ്റെ ഇരിക്കെ ചെന്ന്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇരിക്കെ ചെന്ന് എൻ്റെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയുണ്ടെന്നുള്ള അസസ്മെൻറ്റ്, അതിനുള്ള ടെക്നിക്സ്, ടൂൾസ് ഒക്കെ ഇന്നും ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അത് എല്ലാവരും ചെയ്തിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈവൻ സ്കൂളിൽ പോലും ഒരു കുഞ്ഞൊരു ഗ്ലൂമി ആയിട്ടിരുന്നാൽ അന്നേരം അവിടെയുള്ള ആൾക്കാർ അവനെ നോട്ടീസ് ചെയ്ത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു ചൈൽഡ് കൗൺസിലിലേക്ക് കൊണ്ടുപോയി കൗൺസിൽ ചെയ്ത് തന്നെ നേരെയാക്കും. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഗ്ലൂമി ആയിട്ടിരുന്നാൽ നീ എന്നാടാ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അത് അവനെ കൂടുതൽ തളർത്തും. അപ്പോൾ അവനൊരു മെന്റൽ സപ്പോർട്ടാണ് വേണ്ടി. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് എടുക്കണം. തീർച്ചയായിട്ടും എല്ലാവരും എടുക്കേണ്ടതാണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നമ്മൾ എന്തുമാത്രം കെയർ ചെയ്യുന്നു അതിനേക്കാൾ ഒരു പടി മുകളിൽ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാനസിക ആരോഗ്യം. അപ്പം അതിനകത്തും നമുക്ക് മനസ്സിലാവും ഇപ്പം ഹാർട്ടിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അവിടെ പോയി ECG എടുത്ത് നോക്കുമ്പോഴാണല്ലോ അറിയുന്നത്, അല്ലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ അറിയുന്നത്. അതുവരെ നമ്മുടെ അസംഷൻ അല്ലേ ഉണ്ടായേക്കായില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. നമ്മളൊരു നല്ലൊരു എക്സ്പേർട്ടിൻ്റെ ഒക്കെ ചെല്ലുകയാണെങ്കിൽ അവർ പറഞ്ഞുതരും നമുക്ക് ഇന്ന പ്രശ്നമുണ്ട്, അതിന് നമുക്ക് ചികിത്സയുണ്ട്. ചിലപ്പം കൗൺസിലിംഗ് ആയിരിക്കും, ചിലപ്പോൾ സൈക്കോതെറാപ്പി ആയിരിക്കും, ചിലപ്പോൾ സൈക്യാട്രി മെഡിക്കേഷൻസ് ആയിരിക്കും. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ അവരത് പറഞ്ഞുതരും. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഇപ്പൊ ഞാൻ വീണ്ടും പ്രേക്ഷകരോട് പറയാണ്, നിങ്ങൾ എല്ലാവരും ഇപ്പൊ ആനുവൽ, ഞാൻ ഡിഫൻസിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാ വർഷവും ആനുവൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, AME. അപ്പോൾ ഈ AME ക്ലിയർ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ലീവ് പോലും കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ബോഡി വെയിറ്റ്, നമ്മളുടെ പാരാമീറ്റേഴ്സ്, ബ്ലഡ് മാർക്കപ്പ് എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഫുള്ളി മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഈവൻ നമുക്ക് പ്രൊമോഷൻ, ഫർദർ ലീവ് ഇതെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഓടി ഒളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 15 വർഷം നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ അത്രയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ചെക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പൊതുവെ അങ്ങനെ ആരും ചെയ്ത് കാണുന്നില്ല, കേട്ടിട്ടുമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മളുടെ ഒരു സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ പബ്ലിക് മാസ് സൈക്കോളജി നോക്കുന്ന സമയത്ത് കൂടുതൽ നെഗറ്റിവിറ്റി ആണ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും, കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നതും. സൂയിസൈഡ്, റേപ്പ്, അതുപോലെ ഡ്രഗ്സ്, പാരൻസിനെ വെട്ടിക്കൊല്ലുക, അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ്. അപ്പൊ ഇതെല്ലാം സൈക്കാട്രി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ നമ്മൾ കാണുന്നു. ഇതിന്റെ റിസൾട്ടും എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഡൈവേഴ്സ്ഡ് ആണ്, ദേ ആർ നോട്ട് ഹാപ്പി. ഇതിന്റെ എഫക്റ്റ് കുട്ടികളെയും ബാധിക്കുന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് ഇന്ന് എല്ലാവരും ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ടു ഡു ഇറ്റ് ഓർ നോട്ട്, യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ,